നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മുഖ്യ വിവാദമായി ഇപ്പോൾ കത്തി നിൽക്കുന്നത് സ്വർണ്ണക്കൊള്ളയാണ്. പക്ഷേ സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം LDFിനെ പ്രതിരോധത്തിലാഴ്ത്തുന്ന മറ്റ് വിവാദങ്ങളോ വലിയ ആരോപണങ്ങളോ ഇപ്പോൾ ഈ സർക്കാരിന് മുന്നിലില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിയോജകമണ്ഡലം പഠിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും ഈ വാർഡുകളിലും മുനിസിപ്പാലിറ്റി വാർഡുകളിലുമൊക്കെ ലഭിച്ച വോട്ടുകളുടെ ഒരു കണക്കെടുത്ത് മലയാള മനോരമ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. അതിൽ 80 സീറ്റുകൾ UDFന്, 58 സീറ്റുകൾ LDFന്, 2 സീറ്റുകൾ BJP ഉൾപ്പെടുന്ന NDA മുന്നണിക്ക് അവർ കൃത്യമായി അത് വരച്ചു കാട്ടി. ആ ലിസ്റ്റ് പഠിക്കുമ്പോൾ അതിൽ ഏകദേശം ഒരു 15ഓളം മണ്ഡലങ്ങൾ CPM, 1-2 മണ്ഡലം CPI നേരത്തെ വിജയിച്ചാണ്. ഈ CPM മണ്ഡലങ്ങളാണ്. അതിൽ UDF മുന്നിട്ട് നിൽക്കുന്ന വെറും 2000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആ കണക്ക് പരിശോധിക്കുമ്പോൾ 90 നിയോജക മണ്ഡലങ്ങളിൽ UDF മുന്നിട്ട് നിന്നിരുന്നു. പക്ഷേ പാർലമെൻറ്റിനെ അപേക്ഷിച്ച് 10 സീറ്റുകളുടെ കുറവ് ഒരു വശത്ത്, വ്യത്യാസം എന്ന് പറയുന്ന ഒരു 10-13 സീറ്റുകൾ ജയിക്കാൻ വേണ്ടത് ഞാൻ പറഞ്ഞത് ഒരു 70-71, അതിലേക്ക് വരുന്ന 2000 വോട്ടുകളുടെ താഴെ വ്യത്യാസം മാത്രമേ CPMനുള്ളൂ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അട്ടിമറികളിലൂടെ അതിശക്തമായ ഒരു മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുന്നതിലൂടെ LDFന് വീണ്ടും ഒരു തുടർ ഭരണത്തിലെത്താൻ കഴിയില്ലേ? ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് വിദഗ്ധരായ ചിലർ പറയുന്നു. എന്തായാലും സൗമ്യൻ്റെ വിദഗ്ധൻ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന MV ഗോവിന്ദനെയാണ് സൗമ്യനൊരു വിദഗ്ധനായി കണ്ടിട്ടുള്ളത്. സൗമ്യനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു സാധ്യതയും ഒരു 40 സീറ്റിനപ്പുറത്ത് ഒരു സാധ്യതയില്ല. ഞാനത് വിശദീകരിക്കാനാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ സൗമ്യൻ പറഞ്ഞല്ലോ സ്വർണ്ണക്കൊള്ള മാത്രം, ഒരുപാട് ചിരിക്കേണ്ടി വരും. സൗമ്യൻ പറഞ്ഞ സ്വർണ്ണക്കൊള്ള മാത്രമാണ് കത്തി നിൽക്കുന്നത്. അതെ, സ്വർണ്ണക്കൊള്ള മാത്രമാണ് കത്തി നിന്നത് എന്നാണ് സൗമ്യൻ പറഞ്ഞത്. അതാണ് കത്തി നിന്നത്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനപ്പുറത്ത് കനൽ പോലെ കത്തുന്നൊരു വികാരം ഉണ്ടായിരുന്നു. ആ വികാരം സോയിമോൻ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ കണ്ടെന്ന് അടിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് പിണറായി വിരുദ്ധ വികാരം. ഭരണവിരുദ്ധത, പിണറായി വിരുദ്ധ വികാരം. ഭരണവിരുദ്ധതയിലേക്ക് നമുക്ക് വരാം. ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത് ഭരണവിരുദ്ധ വികാരമല്ല. അതിലങ്ങ് പറയുമ്പോൾ ഇപ്പോൾ CPMനുള്ളിൽ ഒരു തിരുത്തൽ തുടങ്ങിയിട്ടുണ്ട്. പിണറായി സത്തെ തിരുത്തുകയാണ്. കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നമ്മൾ കണ്ടു ശക്തമായ ചില തിരുത്തലുകളിലേക്ക്. ഇതൊന്ന് കഴിയുമ്പോൾ അതിലേക്ക് വരാം. എന്നെ ഇങ്ങനെ വഴിതിരിച്ച് വിടരുത്, വഴിതിരിഞ്ഞ് പോവില്ല. അതായത് ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ പിണറായി വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പാർട്ടി അണികൾ ഉയർത്തിവിട്ട ഒരു പിണറായി വിരുദ്ധ വികാരമാണ് ഈ UDFകാർ പോലും പ്രതീക്ഷിക്കാത്ത വിജയത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇപ്പോൾ സോയിമോനൊന്ന് ആലോചിച്ച് നോക്കൂ. ഇലക്ഷൻ വരുമ്പോഴത്തേക്കും പാർട്ടിയുടെ നേതൃത്വം അവരുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തീരുമാനിക്കും. ആ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്കനുസരിച്ച് പ്രചരണം നടത്തും, വിജയിക്കുകയോ തോക്കുകയോ ചെയ്യും. ഇവിടെ കനകോലും ടീമും അതെ, ഉണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരും. ഞാൻ കനകോലുവിനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. വേറെ പറയാൻ കാരണം എന്നറിയോ, സോയിമോനെ ഞാൻ 1991 സോയിമോൻ്റെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ 1991 ഈ ജില്ലാ കൗൺസിലുകൾ ആദ്യം രൂപീകരിച്ചത്. ആ ജില്ലാ കൗൺസിലുകൾ ആദ്യം രൂപീകരിച്ചപ്പം 92 ഈ പഞ്ചായത്ത് രാജ് ഭരണഘടന ഭേദഗതി വരും. അതിന് മുമ്പ് തന്നെ ജില്ലാ കൗൺസിലുകൾ ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ. അന്ന് ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിലെ പ്രചരണ വിധേയം എന്തായിരുന്നു ഓർമ്മയുണ്ടോ സോമന്? ഓർമ്മയില്ല, ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ പ്രചരണ വിഷയം എന്ന് പറഞ്ഞത് സദ്ദാം ഹുസൈനായിരുന്നു. ഇറാഖിൽ കുവൈറ്റ് യുദ്ധം നടന്ന സമയത്ത് സദ്ദാം ഹുസൈൻ അനുകൂലമായി, അതാണ് ഈ EMS എന്ന് പറഞ്ഞാൽ ചാണക്യനാണെന്ന് പറയുന്നത്. സദ്ദാം ഹുസൈൻ അനുകൂലമായിട്ടൊരു വലിയ പ്രചരണ കോലാഹലം CPM കഴിഞ്ഞ ലോക്സഭയിൽ പലസ്തീൻ വിഷയം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ വിജയകരമായ EMSൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ 1991 14 ജില്ലാ കൗൺസിലുകളിൽ 11 ജില്ലാ കൗൺസിലുകളിലും ഈ ഗൾഫ് യുദ്ധം വിഷയമാക്കി ജയിച്ചു. ഇനി നമ്മൾ നേരെ 2025 വരിക. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു UDFൻ്റെ അവസ്ഥ? ക്ഷീണിച്ചു പോയേനെ.
അതുകൊണ്ട് യഥാർത്ഥത്തിൽ UDF ആരോടാണ് നന്ദി പറയേണ്ടത്? UDF നന്ദി പറയേണ്ടത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് നേതൃത്വം കൊടുക്കുന്ന രാജാ വിജയരാഘവൻ എന്ന് പറയുന്ന ന്യായാധിപനോടാണ് നന്ദി പറയേണ്ടത്. അയാളാണ് ഈ വിഷയം എടുത്ത് വിടുമ്പോൾ കൊണ്ടുവന്നത്. മനസ്സിലായി? അതൊന്ന്. രണ്ട്, പിണറായി ഇനി വേണ്ട എന്ന് കേരളത്തിലെ പാർട്ടി അണികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വേണ്ട. കാരണം ഈ വേണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 5 വർഷം കഴിയുമ്പോഴെങ്കിലും ഇത് തിരിച്ചു വരണം എന്നുള്ളതുകൊണ്ടാണ് ഈ വേണ്ടെന്ന് പറയുന്നത്. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അങ്ങ് പോയി കളയും. പിന്നെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായതുപോലെ അങ്ങനെ പോകരുത് എന്നുള്ളത് കൊണ്ട് അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. സ്വയം ഇപ്പോൾ CPM ഒരുപാട് കണക്കുകൾ എന്നോട് പറഞ്ഞു. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിനൊരു വലിയൊരു ബുദ്ധിയാണ് കേട്ടോ. എല്ലാം ഓർത്തു. അല്ല, ഞാൻ ഇവിടെ സ്വയം ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ആകെ 2010 UDF ആകെ ഒരു തവണ ജയിച്ചിട്ടുള്ളത്. അന്ന് രമേശ് KPC പ്രസിഡൻ്റായിരുന്നു. 65% പഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണങ്ങൾ. അതിന് മുമ്പും അതിന് പിമ്പും UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടേ ഇല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ? ഒരു പ്രാദേശിക നേതാക്കൾ. കാരണം നിങ്ങൾ കൗൺസിലറായിട്ടുള്ള ബന്ധം, പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബന്ധം, പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ CPM ഒക്കെ വാർഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ അവരുടെ സംഘടനാ ശക്തി. അതെ. ഇനി നിങ്ങൾ നോക്കൂ, 2015-ലും 2020-ലും പിന്നെ CPM തന്നെയാണ് ജയിച്ചിരുന്നത്. ഏതാണ്ട് ഒരു 65-70% പഞ്ചായത്തുകൾ അവരുടെ കയ്യിലായിരുന്നു. അല്ല, 2020-ൽ വളരെ സമഗ്രമായ വിജയമായിരുന്നു. സമഗ്രമായ വിജയം. ഇനിയിപ്പോൾ എല്ലാ തട്ടുകളും നിങ്ങൾ എടുത്ത് നോക്ക്. ആകെ ഒരു കോർപ്പറേഷൻ മാത്രമാണ് UDF ഉണ്ടായിരുന്നത്. 2 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് UDF ഉണ്ടായിരുന്നത്. ആകെ മുനിസിപ്പാലിറ്റികളിൽ മാത്രം ഇച്ചിരി ഒരു മെച്ചം UDF ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-600ഓളം പഞ്ചായത്ത് 524 പഞ്ചായത്തുകൾ CPM-ൻ്റെ ഇല്ല. പക്ഷേ പിന്നീട് ഭരണം വന്നപ്പോൾ 540ഓളമായി ആയി. അത് CPM ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ. ഇനി CPM ഇടതുപക്ഷം. ഇനി എന്താണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നത്? CPM ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നത് ചുരുങ്ങിയതൊരു 55%. അല്ല, ഈക്വലായിട്ട് അങ്ങ് അല്ല, ഞാൻ പറഞ്ഞ 50 പോട്ടെ, ഒരു 55എങ്കിലും. കാരണം 65% ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ 10% പോയാലും വേണ്ടില്ല, ഒരു 55എങ്കിലും കിട്ടും എന്ന് കരുതി. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു 10-15 കോടി രൂപയാണ് എല്ലാ വർഷവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന പദ്ധതി വിഹിതം. ആ 15 കോടിയും ബഹുഭൂരിപക്ഷവും CPM പഞ്ചായത്തുകൾ വഴിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. പിന്നെ 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാർ. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു 55% പഞ്ചായത്തുകളെങ്കിലും ജയിക്കുകയും ജയിച്ചതിന് ശേഷം ശബരിമല പോലുള്ള പിന്നെ വിഷയങ്ങളുണ്ടായിട്ടും ഞങ്ങൾ 55 പിടിച്ചു, അതുകൊണ്ട് ഇനി ഞങ്ങളായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. LDF. UDF എന്താ ശ്രമിച്ചുകൊണ്ടിരുന്നത്? UDF-ൽ എന്തായിരുന്നു അവസ്ഥ? പച്ചയ്ക്ക് പറഞ്ഞാൽ എന്തായിരുന്നു അവസ്ഥ? 50% സ്ഥലത്ത് പോലും ബൂത്ത് കമ്മിറ്റികളില്ല. ബിംബന്മാർ പല സ്ഥലങ്ങളിലും ഒരുപാട്. പിന്നെ ഏറ്റവും ദുർബലമായ KPCC നേതൃത്വം. ഇതെല്ലാം കഴിഞ്ഞ് ചില പ്രസ്താവനകൾ കേട്ട് നമ്മൾ ചിരിക്കും. UDF ഏകോപനത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ടീം KPC ഞാൻ ശ്രദ്ധ കൊടുത്തില്ല. എന്നിട്ട് അതിനേക്കാൾ എല്ലാം ഉപരി ഉമ്മാർ ചെയ്ത പണി എന്താണ്? ഉമ്മർ സ്വയം കമ്പൂറിച്ച് എന്താണ്? ഈ ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ട വിഷയത്തിനെ കുറിച്ചല്ലേ കോൺഗ്രസ് നേതാക്കന്മാർ അഭിപ്രായം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശൻ ഒരു വേദി ചെന്നിട്ട് എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ പറഞ്ഞത്, ആൾക്കൂട്ടത്തിനെ കണ്ടൊന്നും ഞാൻ മാറില്ല, തിരമാല അടിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ മാറില്ല, ആൾക്കൂട്ടം മാറിക്കോളും, എന്നെ നയിക്കുന്നത് എൻ്റെ ബോധ്യം എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയെ പോലും പിന്നെ VD സതീശൻ പറഞ്ഞത്. കെ മുരളീധരൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞെന്താ, ഇവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ പോലും LDF-ൻ്റെ പ്രചരണത്തിൻ്റെ ട്രാപ്പിൽ വീണ UDF നേതാക്കന്മാർ. പക്ഷേ ഈ നേതാക്കളുടെ പ്രസ്താവനയ്ക്കപ്പുറം നിരത്തുകളിലും തെരുവുകളിലുമൊക്കെ ഒരു ഗാനം അങ്ങ് ഉച്ചത്തിൽ കേൾക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വൈറാലിറ്റി വേറെ. ഞാനതിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് UDF-കാർ വിചാരിച്ചിരുന്നത് പരമാവധി ഒരു 50%. എന്നിട്ട് പറയാം ഞങ്ങൾക്ക് 35% ഉള്ളായിരുന്നു, ഞങ്ങൾ 50% വരെ എന്ന് പറയാമെന്നാണ് അവർ വിചാരിച്ചത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാ തട്ടിലും സമഗ്ര വിജയം. ഒരു കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയും പിന്നെ ബ്ലോക്കിലും വലിയ മുൻതൂക്കം. ജില്ലാ പഞ്ചായത്ത് 2 ഉണ്ടായിരുന്നിടത്ത് 7 പഞ്ചായത്തുകളിൽ LDF-ന് എത്ര ഉണ്ടായിരുന്നു അത്രയും എണ്ണം UDF-ന്, 504 എണ്ണം UDF-ന്. അപ്പം സമഗ്രമായിട്ടുള്ള ഒരു വിജയം.
ഈ സമഗ്രമായിട്ടുള്ള വിജയത്തിൻ്റെ കാരണം എന്താ? യു ഡി എഫിൻ്റെ ഒത്തൊരുമ, യു ഡി എഫിൻ്റെ ഒന്നുമല്ല, സ്റ്റേറ്റ് വൈഡ് ഇഷ്യൂസ്. ആ സ്റ്റേറ്റ് വൈഡ് ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരെ പോലും മറികടന്ന് താഴെത്തട്ടിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികൾ യു ഡി എഫുകാരൊക്കെ ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനം ഏറ്റവും താഴെത്തട്ടിൽ. പക്ഷെ അതിലപ്പുറം ഒരു വടക്കൻ മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും പൂർണ്ണമായി LDF. ഞാൻ അതിലേക്കാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എടുത്ത് നോക്കൂ. 2020 25 വാർഡുകളിൽ റിബലുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന്. 1 വാർഡോ 2 വാർഡോ മറ്റോ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇരട്ടി സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് സോയിമോൻ പറഞ്ഞ അതിഭീകരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഏകീകരണം. അതിൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ മുസ്ലിം ഏകീകരണം. നിയർ ടോട്ടൽ. അതായത് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിൽ ഒന്ന് പുറകോട്ട് പോയതൊഴിച്ചാൽ കേരളത്തിൽ ഒട്ടാകെ അതിന് നമുക്ക് പിണറായി വിജയനോടും വെള്ളാപ്പള്ളി നടേശനോടും നന്ദി പറയാതിരിക്കാൻ പറ്റും. അല്ല, അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ദൃശ്യങ്ങളാണ്. പോറ്റിയെ കയറ്റിയ സ്വർണം ചെമ്പായി മാറ്റിയ എന്നുള്ളൊരു ഗാനം, അതിൻ്റെ ഇമ്പാക്റ്റ് മുഴുവൻ വടക്കൻ മലബാറിലായിരുന്നു. മലബാറിലെ നഗരങ്ങൾ കീഴടക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഈ ഗാനമായിരുന്നു ജനങ്ങളിലേക്ക് അങ്ങ് ഒഴുകിക്കൊണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു മതേതര സ്വഭാവം കൂടെ നമ്മൾ കാണണം. ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയത്തിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രചരണം നടന്നത് മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങൾ. അപ്പോൾ മുസ്ലിം ഏകീകരണം, ഈ ക്രിസ്ത്യൻ ഏകീകരണത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യൻ ഏകീകരണം പിന്നെ ജോസ് കെ മാണിയുടെ പാർട്ടി ഇപ്പുറത്ത് വന്നതോടുകൂടി ക്രിസ്ത്യൻ ഏകീകരണം LDFന് അനുകൂലമായി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഏകീകരണം BJPക്ക് അനുകൂലമായിട്ട് നടന്നു. ഇന്നിപ്പോൾ ഞാൻ ആ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ മറ്റേ BJPയുടെ നേതാവ് അയാളുടെ കാണുന്നത് അയാൾ കണക്ക് വെച്ച് പറയുമായിരുന്നു. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 5 ജില്ലയിലും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് BJP ഫീൽഡ് ചെയ്തത്. ഒന്നാകെ തോറ്റുപോയി, ഒന്നാകെ. ഇനി തിരുവനന്തപുരത്തേക്ക് നമ്മൾ വന്നേ. തിരുവനന്തപുരത്ത് തോൽവിയെക്കുറിച്ചിട്ട് വി ജോയി പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇതാണ്, മറ്റേ തീരപ്രദേശങ്ങളിൽ നടന്നൊരു ഏകീകരണം. അതുപോലെ തന്നെ കേശവദാസപുരം, നാലാഞ്ചിറ, പട്ടം മുതലായിട്ടുള്ള അതിൻ്റെ ഗുണഭോക്താക്കൾ പൂർണ്ണമായും UDF വോട്ട് പിടിച്ചപ്പോൾ ഗുണഭോക്താക്കളായി മാറിയത് BJP ആണ്. അതാണ് ഇവിടെ സംഭവം. അല്ല, ഞാനതിലേക്ക് വരാം. അതിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലും നടന്ന ക്രിസ്ത്യൻ ഏകീകരണം UDFന് അനുകൂലമായെന്നാണ് അയാൾ പറയാതെ പറയുന്നത്. അതെ. ജോസ് കെ മാണിയുടെ പാർട്ടി അമ്പേ തറപറ്റിപ്പോയി ആ മേഖലകളിൽ, കോട്ടയത്തും ഇടുക്കിയിലും എല്ലാം തന്നെ. അതേസമയം ഉണ്ടായ ഏറ്റവും വലിയ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദു ഏകീകരണവും BJPക്ക് ബദലായി UDFിലേക്ക് നടന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ് ഒട്ടുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ BJPയുടെ കടക്കുന്നെടുത്തു ഹിന്ദു വോട്ടുകൾ പിളർന്നു. അല്ല, ഞാൻ പറഞ്ഞത് പിളർന്നെന്ന് പറയുമ്പോഴും BJP അവരിലേക്ക് വരും എന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ ബഹുഭൂരിപക്ഷം UDFിലേക്ക് നടന്നതിൻ്റെ കണക്കെന്താ? അത് അത്ര വലിയ ഭരണവിരുദ്ധത നിൽക്കുന്നത് കൊണ്ട് വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി UDFിലേക്ക് ആയിരിക്കാം. എന്നാലും കണക്കെന്താ കാണിക്കുന്നത്? 2020 5000 വാർഡിൽ ജയിച്ചിരുന്നു. 2200 വാർഡിൽ 2ാം സ്ഥാനം ഉണ്ടായിരുന്നു. ഇത്തവണ 1919 വാർഡിലാണ് ജയിച്ചത്. മനസ്സിലായി? അപ്പോൾ അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചത് ഒഴിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ സോയിമോൻ ഈ പറഞ്ഞൊരു വാദമാണ് BJPക്ക് ഇവിടെ അനുകൂലമായ പോക്കറ്റുകൾ. തൃപ്പൂണിത്തുറ, പാലക്കാടൊക്കെ നല്ല പ്രകടനം. സോയിമോനെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? 900 ചില്ലാനം പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ. 22-ൽ നിന്ന് 26-ലേക്കാണ് BJP വന്നത്. 25% വോട്ടിലും 10000 വാർഡിലേക്കും വരണമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. 22-ൽ നിന്ന് 26-ലേക്ക് വന്നു. കോർപ്പറേഷൻ ഒരു സ്ഥലത്ത് മാത്രം വന്നു, മുനിസിപ്പാലിറ്റി 1-2 സ്ഥലത്ത് മാത്രം വന്നു. യഥാർത്ഥത്തിൽ സോയിമൻ പറഞ്ഞ അതേ വാദമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് അനുകൂലമായത്. ജയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരിലേക്ക് പോയി എന്നുള്ളത്. അപ്പം BJPക്കും വലിയൊരു മെസ്സേജ് പോകുന്നുണ്ട് ഇവിടെ. അവരുടെ ഹിന്ദു വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു, അവരുടെ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുന്നു, മുസ്ലിമിൻ്റെ ഒരു വോട്ട് പോലും അവർക്ക് കിട്ടാതിരിക്കുന്നു. അപ്പം ഈ പറഞ്ഞ പോലത്തെ ഒരു ഇവിടെ CPM-നുണ്ടായ ഏറ്റവും വലിയൊരു അടി നമ്മൾ കാണേണ്ടത് എന്താ? CPM ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, CPM എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണോ ലക്ഷ്യമിട്ടത്, ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒന്നും ചെയ്യാതെ, ഈ മണ്ണും ചാരിയുന്നതും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സിന് ഇത് ഗുണകരമായി എന്നുള്ളതാണ്. ഇവിടെ എനിക്കൊരു കാര്യം മറക്കാതെ പറയാനുള്ളത്, ഈ കോൺഗ്രസ്സുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെ വേണം ഒന്നുകൂടെ കൊണ്ടുവരാം. അത് നമ്മൾ പറയാതെ പോകരുത്. അതിന് ചെയ്യാവുന്ന എന്താണ്?
ഒന്ന് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കണം. പിന്നെ രമേശ് ചെന്നിത്തല കഴിയുമെങ്കിലും നിങ്ങൾ മത്സരിപ്പിക്കരുത്. പിന്നെ ഒരു 5-6 എംപിമാരെയെങ്കിലും നിങ്ങൾ മത്സരിപ്പിക്കണം. ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് ഇവനൊക്കെ ആര് അടൂർ പ്രകാശൊക്കെ ഇപ്പോഴേ മത്സരിക്കാൻ റെഡി. അടൂർ പ്രകാശ് മന്ത്രിയാണ്. അതെ, മന്ത്രിയാണ്. അതിനുവേണ്ടി നിൽപ്പുണ്ട്. പലർക്കും ആഗ്രഹങ്ങളുണ്ട്. അവിടെ നിന്ന് പേരുകൾ ഞാൻ പറയുന്നില്ല. പിന്നെ കടൽക്കിഴവന്മാരെ അഴിമതിക്കാരിപ്പോൾ ഇവിടെ വി എസ് ശിവകുമാർ ഇതുപോലുള്ള ആളുകളെ നിർത്തണം. മറ്റേ എന്താണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ MA വാഹിദ് എന്ന് പറഞ്ഞൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, അവനെ നിർത്തണം. അല്ല, കഴക്കൂട്ടത്തൊന്നും ഇല്ല, UDF ഇപ്പോൾ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് അതിലയാൾ ഇത്തവണയും വലിയ പങ്ക് വഹിച്ചു എന്നാണ് ഞാൻ കേട്ടത്. പൗണ്ട് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു CPM-ൻ്റെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വിമതം ജയിച്ചു. അവിടെ ആ വിമതനെ നിർത്താതെ മുസ്ലിം ലീഗിന് കൊടുക്കണമെന്നാണ് ഇയാൾ വാദിച്ചത്. അന്ന് അയാൾ കരയുകയൊക്കെ ചെയ്തു. അയാൾ അവിടെ ജയിച്ചു. അപ്പം വാഹിദിനെ വേണമെങ്കിൽ നിർത്താം. ഇതുപോലെ കടൽക്കിഴവന്മാർ പലയിടത്തും കിടപ്പുണ്ട്, അവരെല്ലാം പിടിച്ചു നിർത്തുക. പിന്നെ യൂത്ത് കോൺഗ്രസ് അബിൻ വർക്കി എന്ന് പറഞ്ഞവനുണ്ട്, അവനെ നിർത്താതിരിക്കുക. എന്നിട്ട് മറ്റേ വേണുഗോപാൽ കൊണ്ടുവന്ന ഏതൊരുത്തരുണ്ട്, അവനെ നിർത്തുക. അങ്ങനെയൊക്കെ ചെയ്താൽ വേണമെങ്കിൽ അടുത്ത തവണയും വേണമെങ്കിൽ LDF ജനുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു മാസമുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പിണറായി വിജയനെ വേണമെങ്കിൽ, കാരണം ഇതിൽ സോയിമോൻ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴുണ്ട്, ഇതൊക്കെ പറയാമെന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു അപകട സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദുർബലമായ KPC നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ലേ? അവരെത്രത്തോളം കാരണം വെച്ചാൽ ഇപ്പോൾ വലിയ വിജയം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് 100 കണക്കിന് ഓരോ മണ്ഡലത്തിൽ 5 പേര് വീതം മത്സരിക്കാൻ ഇപ്പോഴേ തയ്യാറായിട്ടുണ്ടാവും. കാരണം മന്ത്രി ആരാണെന്നുള്ള ചർച്ച പോലും ആരംഭിച്ചിട്ടുണ്ടാവും. അത് കോൺഗ്രസിൻ്റെ പ്രധാന സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ LDF-ന് മാത്രമല്ല, അതിനേക്കാൾ പാഠമായി മാറേണ്ടത് UDF-നാണ്. മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം KPC പ്രസിഡൻ്റായിട്ട് തന്നെ കഴിവുള്ള എത്ര പേരുണ്ടായിരുന്നു? ബെന്നി ബഹനാൻ ഉണ്ടായിരുന്നു, ജോസഫ് വാഴക്കൻ ഉണ്ടായിരുന്നു, MK രാഘവൻ ഉണ്ടായിരുന്നു, എത്രയോ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊന്നും കൊണ്ടുവന്നില്ല. യൂത്ത് കോൺഗ്രസ്സിൽ ഏതോ ഒരുത്തനെ കൊണ്ടുവന്നു, അവൻ്റെ പേര് പോലും നമ്മൾ ഓർമ്മയില്ല. 1,70,000 വോട്ട് മേടിച്ച് ജയിച്ച ആളാണ് അബിൻ വർക്കി എന്ന് പറഞ്ഞത്. ആ അബിൻ വർക്കി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കണ്ടു. എനിക്ക് 2 വാക്കുകളെക്കുറിച്ച് പറയാതെ നിവൃത്തിയില്ല. ഇപ്പോൾ പത്രസമ്മേളനം നടത്താൻ ചെല്ലുമ്പോൾ ഒരു മരംവെട്ടുകാരൻ്റെ ചാനലുണ്ടല്ലോ, ആ മരംവെട്ടുകാരൻ്റെ ചാനലുമായിട്ട് യുദ്ധമാണ് ഈ VD സതീശൻ്റെ പ്രധാന പരിപാടി. ഏത് പത്രസമ്മേളനം നമ്മളെടുത്ത് നോക്കിയാൽ നിങ്ങൾ കൊണ്ടുണ്ടോ മറ്റോ മറിച്ചോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ സോയിമോനെ ഞാനൊരു പത്രസമ്മേളനം കണ്ടു, ഈ അബിൻ വർക്കി പിന്നെ മരംവെട്ടുകാരൻ്റെ ചാനലിൽ ചോദിച്ചു. പറഞ്ഞാൽ ചോദിച്ചു അവൻ്റെ പപ്പും കൂടെയും പറിച്ചു കളഞ്ഞു അബിൻ വർക്കി. ഞാൻ പറഞ്ഞു, അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകിൽ 1,70,000 വോട്ട് പിടിച്ച് അയാളെ മാറ്റി നിർത്തിയിട്ട് ഏതോ ഒരു ചെറുക്കൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യൂത്ത് കോൺഗ്രസ് ചത്തുപോയി. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് ഉള്ള സാധനത്തിന് കഴിഞ്ഞ 5 വട്ടം എൻ്റെ സോയിമോനെ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? സോയിമോനെ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു കോടീശ്വരൻ്റെ മകളെ കൊണ്ടുവന്ന് വെച്ചു, ജബി മേത്തർ എന്ന് പറഞ്ഞ്. മനസ്സിലായി. അപ്പോൾ ഈ നിലയിൽ ഒരുപാട് ദൗർബല്യങ്ങൾ അവർക്കുണ്ട്. ഇനി കനഗൊലു എന്ന് പറഞ്ഞൊരു ഗൊലുവിൻ്റെ കാര്യം സോയിമൻ പറഞ്ഞല്ലോ, അയാൾ സത്യം ഞാൻ പറയാം, അയാളുടെ ആളുകൾ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഞെട്ടിപ്പോയി. ഈ ശബരിമലയൊന്നും എഫക്റ്റ് ചെയ്യല, സർക്കാർ വിരുദ്ധ വികാരമാണ് ഇവിടെ വ്യക്തം, ശബരിമല ഒന്നുമല്ല എന്ന് പറഞ്ഞവനാണ്. ഈ കൊല്ലു എന്ന് പറഞ്ഞവനാണ് ഈ കനകൊലു കൊമ്പും കുലുക്കിക്കൊണ്ട് ഇതുവഴി നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സെറ്റുകാരൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നതെങ്കിൽ പിണറായി വിജയന് അത് പ്രതീക്ഷാ നിർഭരമായിരിക്കും എന്നുള്ളത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.